പുഷ്പ 2 റിലീസ് വേളയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ കാണാൻ എത്താത്തതിനെ തുടർന്ന് വിമർശനങ്ങൾക്ക് മറുപടിയുമായി അല്ലു അർജുൻ രംഗത്ത്. തന്റെ നിയമവിദഗ്ധർ വിലക്കിയതുകൊണ്ട് മാത്രമാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നതെന്നാണ് അല്ലു വിശദീകരണം നൽകുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെയായിരുന്നു നടന്റെ പ്രതികരണം. നിർഭാഗ്യകരമായ സംഭവത്തിനു ശേഷം ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെക്കുറിച്ച് അതീവ ഉത്കണ്ഠയുണ്ട്. എന്നാൽ നിയമ നടപടികൾ നടക്കുന്നതിനാൽ ആ കുഞ്ഞിനെയും കുടുംബത്തെയും ഈ സമയത്ത് സന്ദർശിക്കരുതെന്ന് എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടിയെ സന്ദർശിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടും. കുട്ടിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെയും കുടുംബത്തെയും എത്രയും വേഗം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെന്നും നടൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. അല്ലു അർജുൻ ജയിൽ മോചിതനായതിനു പിന്നാലെ നിരവധി സിനിമാ താരങ്ങൾ നടനെ കാണാനെത്തുകയും അതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് അല്ലു അർജുനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനവും ഉയർന്നത്. തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ മകൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ തുടരുന്ന ഈ സമയത്ത് ഇത്തരം ആഘോഷങ്ങൾ വേണമായിരുന്നോ എന്നാണ് പലരും സമൂഹമാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത്. ഒപ്പം നടൻ ഇതുവരെ മരിച്ച യുവതിയുടെ വീട് സന്ദർശിച്ചിട്ടില്ല എന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ 4 ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു കേസിനാസ്പദമായി സംഭവം നടന്നത്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് ദിൽസുഖ് നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീതേജനും സാൻവിക്കുമൊപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാനെത്തിയത്. ഇതിനിടെ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി തിയേറ്ററിലേക്ക് എത്തുകയും ആരാധകർ തിരക്ക് കൂട്ടുകയും ചെയ്തു. തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ രേവതിയും മകൻ ശ്രീതേജും കുഴഞ്ഞു വീഴുകയായിരുന്നു. രേവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.